എൻ്റെ പേര് TRK ഭട്ട് പെർള എന്നാണ്. അങ്ങനെ ഇത് പേര് സദാ പേര് രാമകൃഷ്ണ ഭട്ട് എന്ന് പെരലേരിക്കുന്നത്. എമർജൻസി പീരീഡിൽ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ ഞാനുണ്ടായിരുന്നു. നമ്മൾക്ക് അങ്ങനെ ഓർഡർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബാച്ചിൽ ഞാൻ വിഷ്ണുഭട്ട് അങ്ങനെ 3 ആൾ ഞങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ അടിയന്തരാവസ്ഥയിൽ അവിടെ ശങ്കരാളവ കുമ്പിളേരി ഞങ്ങളിവിടെ അടി കിട്ടിയില്ല എന്ന് കണക്ക്. എന്താ പറഞ്ഞാൽ കാസർഗോഡ് സബ് ഇൻസ്പെക്ടറിൽ പാപ്പം എന്ന് പറഞ്ഞിട്ട് അവിടെ ശങ്കരാളവർക്ക് കുറച്ച് കിട്ടില്ലാന്ന് അയാൾ കണക്ക്. അത് അപ്പോൾ ആ എമർജൻസിയിൽ ഇവിടെ മിനിസ്റ്റർ വന്നിരുന്നു നമ്മൾ ഇതിൻ്റെ അന്ന് മിനിസ്റ്റർ വന്ന കൊണ്ട് നമുക്ക് അടിയില്ല. പിന്നെ അവിടെ ശങ്കരാളവർക്ക് അടിയില്ലാന്നുണ്ടായിരുന്നു കണക്ക്. അന്ന് നല്ലോണം അടി കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ അറസ്റ്റായത്. ഫസ്റ്റ് ബാച്ച് അറസ്റ്റായിട്ട് ഫസ്റ്റ് ബാച്ച് ജനുവരി 14 നമ്മൾ അറസ്റ്റായത്. പിന്നെ ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോയി നമ്മൾ 3 മാസം നമ്മളെ ഇംപ്രിസൺമെൻറ്റ് കൊടുത്തു. പിന്നെ പിന്നെയും ആൾക്കാർ വന്നുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ റിലീസാവുന്ന 3 മാസം കഴിഞ്ഞിട്ട് റിലീസാവുന്ന സന്ദർഭത്തിൽ പുറമെ വരുമ്പോൾ TRK ഭട്ട് 3 ഭാഗം വിളിച്ചു പറഞ്ഞു. അത്രയാകുമ്പോൾ മിസ്സാ വാപ്പസ് പോയി. അങ്ങനെ കുറേ ആളെ വിളിച്ച് പിന്നെ ശങ്കരാള അയാൾക്കും അങ്ങനെ മിസ്സാ. പിന്നെ വിഷ്ണുഭട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുഭട്ട് അഡ്വക്കേറ്റ് അയാൾ വിളിച്ചു. അയാൾക്കും ഇതായിട്ട് ഉള്ളിലേക്ക് കൊടുത്തി. അങ്ങനെ നമ്മൾ 3 ആൾ വീണ്ടും നമ്മൾ ജയിലിൽ പോകേണ്ടി വന്നു. നമുക്ക് മിസ്സായി അവിടെ ഉണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ വിശേഷം പറഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടില്ല. ബാക്കി ഇവർക്കെല്ലാം ഉണ്ടല്ലേ കൺവിക്റ്റ് അവർക്കുള്ള ഫുഡ് തന്നെ എന്തും ഇത് വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാം. ആയെങ്കിലും അതിൻ്റെ ഇതുണ്ടല്ലോ എന്താ കയ്യിലോ എന്ത് പറയുന്നത് ഇനി ഇതിടുന്നത് അത് എല്ലാം ഒരേ ഒന്നെന്ന് ഇരുന്ന് എടുത്തു ഇങ്ങനെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു കൊല്ലം ചില്ലറ അവിടെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മളെ വീടിൻ്റെ പരിസ്ഥിതി നോക്കിയാൽ കഠിനമുണ്ടായിരുന്നു. ഞാൻ വന്നത് എൻ്റെ 2ാമത്തെ ആൾ കുഞ്ഞി ജനിച്ചിട്ട് 6ാമത്തെ ദിവസം ഇവിടെ വന്നു. 3 ദിവസം ഇവിടെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു 14-ാം തീയതിക്ക് 11 ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിന്. ഇവിടെ 3 ദിവസം ഞാൻ വെളിയിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സത്യാഗ്രഹത്തിന് വന്നിട്ട് അറസ്റ്റായി. പിന്നെ കുഞ്ഞ് മാസമായിട്ടില്ല. അത് ജയിക്കുന്നതേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിരുന്നായിരുന്നു. എങ്കിലും എന്തോ ഞങ്ങളുടെ ഭാഗ്യം. പിന്നെ നമ്മളെ അവിടുത്തെ നർസിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ വെറും ഹള്ളി പ്രദേശമായതിനെ കൊണ്ട് ഇവിടെ വേറെ സൗകര്യമൊന്നും ഉണ്ടായിട്ടില്ല. അവനെ രക്ഷിച്ചു എന്ന് പറയാം. എന്തെല്ലാം പരത്തി ഇതെല്ലാം വെച്ചിട്ട് പിന്നെ ചൂടുവെള്ളം വെച്ചിട്ട് ഇതാക്കിയിട്ട് അവനെ ഉഷാറാക്കി. അങ്ങനത്തെ ഒരു ദാരുണമായ പരിസ്ഥിതി എൻ്റെ വീട്ടുകാരും. എനിക്ക് 6 പെണ്ണുമക്കൾ, 7 പെണ്ണുമക്കൾ, പിന്നെ 2 ആൺകുട്ടികൾ ഒടുവിലത്തേത്. അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ പരിസ്ഥിതി. നമ്മൾ കടയിൽ കൂടെ അങ്ങനെ കച്ചവടം എല്ലാം മുങ്ങിപ്പോയി എന്ന് പറയാം. അമ്മാതിരി ഉണ്ടായിരുന്നു. ആ മാതിരി സ്ഥിതി ഉണ്ടാകുമ്പോഴും നമുക്ക് ഒരിക്കലും ഇത് വരാനുള്ള ഇവിടെ അവസരം കിട്ടിയില്ല. നമുക്ക് മാത്രം ഇത് കിട്ടിയില്ല. എന്താ പറയുന്നതിന് ലീവ് കിട്ടീനി 2-4 ദിവസമൊക്കെ. മംഗലാപുരം പോയിട്ട് കുഞ്ഞിനെ നോക്കിയിട്ട് പോയിന് അത്രന്നെ. പിന്നെ യാതൊരു ഇതില്ല. വീട്ടിലും കൂടെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമുക്കെന്തും ഇല്ല. ചുറ്റും ആൾക്കാരെല്ലാം പേടിപ്പിക്കുന്ന ആളെന്ന്. അവർ വരുന്നു, ഇവർ വരുന്നു, പോലീസ് വരുന്നു, രാത്രി വരുന്നു എന്ന് പറഞ്ഞിട്ട്. എങ്കിലും വീട്ടിൽ ധൈര്യത്തിൽ അവരുണ്ടായിരുന്നു. അങ്ങനെ
അവരെ രക്ഷിച്ചിട്ട് ഇത് കഴിഞ്ഞു. ഒരു മാസം ഒരു കൊല്ലം 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് വന്നു. അതിന് മുമ്പേ നമ്മൾ എത്ര ബുദ്ധിമുട്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, കല്യാണം കൊടുത്തിട്ട് 1-ാം വാർത്ത കൊടുത്തിട്ട് ഓള് മരിച്ചുപോയി. അതിനും കൂടെ ഭയങ്കര ദുഃഖമായി. ഇങ്ങനെ എന്ത് ദുഃഖമായാലും കൂടെ നമുക്ക് ഇതുണ്ടായിട്ടില്ല. പിന്നെ സൗകര്യങ്ങളെന്ന് പറയാൻ യാതൊരു സൗകര്യവും ദൈവം ഉണ്ടായിട്ടില്ല. നമുക്ക് അപ്പോൾ 3rd ക്ലാസ് ഇതെന്ന് പറയാം. 48 കൂടെ ഞാൻ എടുക്കുക 3 മാസം അടിയന്തരാവസ്ഥ പോയിനി പറഞ്ഞാൽ ഗാന്ധിജി മർഡറായില്ലേ, ആ മർഡറിൻ്റെ സമയത്ത് 3 മാസം എന്നെ അറസ്റ്റാക്കിയിട്ട് ഉള്ളിൽ വെച്ചിനായിരുന്നു. ആ മാസമെങ്കിലും കൂടെ കുറച്ച് നല്ല ഫുഡ് നല്ല ഇതെല്ലാം കൊടുത്തിന്. ഈ പ്രാവശ്യം ഒന്നും കൊടുത്തില്ല, ഫുഡും കൊടുത്തില്ല, എന്തുമില്ല. നമ്മളൊക്കെ മാരാർജി നമ്മളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മീശയിൽ 42 ആളുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. 42 ആൾ നമ്മളൊക്കെ ഉണ്ടായത്. അതിൽ മാരാർജി ഞങ്ങളൊക്കെ ഉണ്ടായ അയാൾക്ക് A ക്ലാസ് കൊടുക്കാമെന്ന് ഓർഡർ വന്നു. അയാൾ പോകുന്നില്ല, ഒരുത്തനെ കൊടുക്കുന്നെങ്കിൽ ഞാൻ പോകുന്നില്ല, ഞങ്ങളൊക്കെ പോകുന്നതെങ്കിൽ മാത്രം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് ഒരു ദിവസം ഞങ്ങൾ ഉപവാസ സത്യാഗ്രഹം ചെയ്തു. ഉപവാസ സത്യാഗ്രഹം ചെയ്താലും കൂടെ എന്തും കുറവിട്ടില്ല. ഹരിശ്ചന്ദ്രാചാര്യ എന്ന ഒരാൾ മരിച്ചു പോയോ എന്ന് എനിക്ക് സംശയം ആയിട്ട് വന്നതിന് എനിക്ക് വലിയ ദുഃഖമായി. അല്ലെങ്കിൽ എന്തോ ദൈവൻ്റെ ഇതിൽ അയാൾ ഉഷാറായിപ്പോയി. അങ്ങനെ ആ കാലത്ത് നമ്മൾ വന്ന കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഇതെല്ലാം വേറെ ആരടുത്തും പറയാൻ നമുക്കില്ല. എങ്കിലും കൂടെ ഇപ്പോഴും കൂടെ അഭിമാനം പറഞ്ഞാൽ നമ്മളത് ആക്കിയിട്ട് ജയിച്ചിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞിട്ടൊരു അഭിമാനമുണ്ട്. വേറെ യാതൊരു ആശ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതല്ല. നമുക്ക് ഈ ഒരു അടിയന്തരാവസ്ഥൻ്റെ അങ്ങനത്തെ ഒരു കഠിന ഇതിൽ കൂടെ ജയിച്ചിട്ട് വന്നല്ലോ, അതൊരു നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ജനസംഘ ഇതെല്ലാം ഇപ്പോൾ BJP ഭാരതീയ ജനതാ പാർട്ടി ആയിന്. ഇവിടെ ഇപ്പോൾ വളർത്തി കൂടെ അപ്പോൾ വളർന്നിട്ടില്ല, കുറച്ച് മട്ടിലേക്ക് മാത്രം. ആണെങ്കിൽ ഭയങ്കര അഭിമാനം പിന്നെ ഒരു സ്ഫൂർത്തി ഇതിലുള്ള കൊള്ളു. ഞാൻ പോയിട്ട് ലാഭം പറഞ്ഞാൽ ഒന്ന് എനിക്ക് ഓപ്പറേഷനായി കിഡ്നി, അല്ല ഇത് എന്താ ഇത് ഓപ്പറേഷനായി അവിടെ ആയി ആസ്പത്രി ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നുമില്ല, കുറേ ആൾക്കാർ നമ്മളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കെല്ലാം പരിചയപ്പെട്ടു.